നമസ്കാരം. റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ 9ാം ക്ലാസ്സിൽ ബയോളജിയിലെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ബാലൻസ് ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്, വൈ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കോൾഡ് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഓർ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ നമുക്ക് രണ്ട് പ്രോസസ്സ് കൂടി അറിയാറുണ്ട്. എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ഓക്കെ, ദ റാൻഡം മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ അണ്ടിൽ ദേ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അല്ലേ? അപ്പം എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഓക്കെ, ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ to a region of lower concentration until they are equally distributed. ആ പ്രോസസ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, നമുക്കിതാ ഒരു ചെറിയ ബീക്കർ എടുക്കാം. ഓക്കെ, അതിന്റെ അകത്ത് കുറച്ച് വാട്ടർ ഉണ്ട്, കുറച്ച് എന്തോന്നുണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ട് വാട്ടർ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ അതിന്റെ അകത്തേക്ക് എന്തോന്ന് ഞാൻ പോവുകയാണ്, ഒരു ഇങ്ക് ഡ്രോപ്പ് എടുത്ത് അല്ലെങ്കിൽ ഇങ്ക് ഇതിന്റെ അകത്തേക്ക് എന്തോ ഞാൻ പോവുകയാണ്, ഒഴിക്കാൻ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്ക് ആണ്, അല്ലെ? ഇങ്ക് ഹൈ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ എങ്ങനെയാണ്, വാട്ടർ മാത്രമേ ഉള്ളൂ. അതായത് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്ക് ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്കും, ഇവിടെ എങ്ങനെയാണ് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്കുമാണ്. അപ്പൊ ഈ ഇങ്ക് ഡ്രോപ്പ് ഞാൻ ഈ വാട്ടറിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക്, ഇങ്ക് ഡ്രോപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇതൊരു എന്താണ് ബീക്കറാണെന്ന് വെച്ചോ, ഞാൻ ഈ ഇങ്ക് ഡ്രോപ്പ് എടുത്ത് ഈ വാട്ടറിലേക്ക് എന്തോ ചെയ്യാൻ പോവുകയാണ്, ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ സൊല്യൂഷൻ എങ്ങനെയാണ്, ഇങ്കിന്റെ കോൺസെൻട്രേഷൻ പുറത്ത് ഹൈയും അകത്ത് എങ്ങനെയാണ്, ഇങ്കിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, വളരെ കുറവുമാണ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ ഇങ്ക് ഡ്രോപ്സ് ഇതിന്റെ അകത്തേക്ക് വീഴുകയും ഇത് ഈ വാട്ടറിലേക്ക് പതുക്കെ എന്തോ ചെയ്യാൻ തുടങ്ങും, പതുക്കെ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഈ സൊല്യൂഷൻ, ഈ വാട്ടർ സൊല്യൂഷൻ ഫുള്ളി എന്തോന്നാവും, ഇങ്കിന്റെ കളർ ഇതിലേക്ക് എന്തോന്നും സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്ക് നമ്മൾ എന്തോന്ന് ചെയ്തു, ഒരു ബീക്കറിനകത്തുള്ള വാട്ടറിലേക്ക് ഒഴിച്ചപ്പോഴത്തേക്ക് ഈ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്ക് എന്തോ ചെയ്യാണ്, അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് എന്തോന്നാണ് ലോ കോൺസെൻട്രേഷനിലേക്ക് എന്തോ ചെയ്യുന്നുണ്ട്, മോളിക്യൂൾസ് എന്തോ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എന്തോന്ന് പറയുന്നത്, ഒരു കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ, എന്താണ് ഡിഫ്യൂഷൻ? ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ അണ്ടിൽ ദേ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. കോമൺ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞേ, ഒരു എക്സാമ്പിൾ മനസ്സിലാവുന്ന എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ബീക്കർ എടുക്കുന്നു, അതിന്റെ അകത്തേക്ക് ഇങ്കിന്റെ ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, ആ ബീക്കറിനകത്ത് വെള്ളം നിറയ്ക്കുന്നു, അതിന്റെ അകത്തേക്ക് ഒഴിക്കുന്നു. അപ്പൊ ഇങ്കിന്റെ കോൺസെൻട്രേഷൻ പുറമെ എങ്ങനെയാണ്, കൂടുതലായിരിക്കും, അല്ലെ? ഇവിടെ എങ്ങനെയാണ്, ഇങ്കിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അല്ലെ? ഇങ്കിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അകത്ത് ഇങ്കിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, കുറവാണ്. അപ്പം ഈ ഇങ്ക് ഡ്രോപ്സ് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പതുക്കെ എന്തോ ചെയ്യാൻ തുടങ്ങും, എന്തോ ചെയ്യാൻ തുടങ്ങും, ഈ വാട്ടറിലേക്ക്, ഈ വാട്ടർ മോളിക്യൂൾസിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് പറയുന്നത്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിന്റെ എന്തോ നടക്കുന്നുണ്ട്, മൂവ്മെന്റ്, റാൻഡം മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ, എന്താണ് ഡിഫ്യൂഷൻ? ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് എന്തെന്ന് പറയാം, സിമ്പിൾ ആയിട്ട് ഡിഫ്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ സെല്ലിന്റെ അകത്ത്, അല്ലെങ്കിൽ സെല്ല് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കാണും, അല്ലെ? അല്ലെങ്കിൽ സം സബ്സ്റ്റൻസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ആർ എന്താണ് പ്രസന്റ് ഇൻ സെൽ എന്ന് നമ്മൾ പറയാം. അപ്പൊ ആക്ച്വലി ഈ പറയുന്ന ഈ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈ ഓക്സിജൻ ഇതിന്റെ അകത്തേക്ക് പോവുകയും തിരിച്ചെന്തോന്നുകയും ചെയ്യും, പുറമേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി അത് അവിടുത്തെ എന്തോന്നാണ്, ഒരു സെല്ലുലാർ വേസ്റ്റ് ആണ്. ഓക്കെ, ഈ സെല്ലുലാർ വേസ്റ്റ് എന്തോ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എക്സ്ക്രീറ്റഡ് ഔട്ട് ബൈ ദ സെൽ നമുക്ക് പറയാം, അല്ലെ? സെല്ലിന്റെ വെളിയിലേക്ക് എന്തോ ചെയ്യാൻ പോകണം. അപ്പൊ അവിടെ എന്ത് പ്രോസസ് ആണ് നടക്കുന്നത് എന്നാണ് എന്തോ ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതൊരു എന്താണ് സെല്ലാണെന്ന് വെച്ചോ.
ഓക്കെ, ഇതിന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അതായത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എന്ന് പറയുന്നത് സെല്ലിന്റെ അകത്തെന്ന് പറയുന്നത്. സെല്ലിന്റെ പുറമെ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വെരി ലോ. അപ്പൊ അവിടെ ഏത് പ്രോസസ് ആയിരിക്കും നടക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കും. നമ്മൾ പറഞ്ഞ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സെല്ലിന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്തോന്നാണ് മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സെല്ലിന്റെ പുറമേയുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്തോന്നാണ് മൂവ്മെന്റ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലെ. അപ്പം ഇവിടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുകയും ചെയ്യും? സെല്ലിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മൂവ് ഔട്ട് ഓഫ് ദ സെല്ല്. ഓക്കെ, അപ്പൊ അവിടെ ആ പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ അല്ലെ ചില സബ്സ്റ്റൻസ് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള സബ്സ്റ്റൻസ് അത് സെല്ലിന്റെ അകത്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്തോന്നാണ്? സെല്ലുലാർ വേസ്റ്റ് ആണ്. വിച്ച് ഈസ് required to be എന്നതാണ് excreted out from the cell. ഓക്കെ, അപ്പൊ അവിടെ ഏത് പ്രോസസ് ആണ് നടക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കും അല്ലെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ സെല്ലിന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലും സെല്ലിന്റെ പുറമേ ഉള്ള കോൺസെൻട്രേഷൻ അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസ് എവിടേക്ക് പോകും? ലോ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഹൈ കോൺസെൻട്രേഷൻ ഫ്രം ദ ഏരിയ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ദ ഏരിയ ഓഫ് ലോ കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് സെല്ലിന്റെ അകത്തേക്കുള്ള ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് പുറത്തേക്ക് എന്തോ ചെയ്യുന്നത്? മൂവ് ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മൂവ് ഔട്ട് ഓഫ് ദ സെൽ ഇൻ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇതേപോലെ ആയിരിക്കും എന്തോ ചെയ്യുന്നത്? ഓക്സിജന്റെ മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ. നോക്ക്, ഇത് സെല്ലിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഇത് സെല്ല്. ഓക്കെ, ഇതിന്റെ അകത്ത് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് വെച്ചോ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് അല്ലെ. ഓക്സിജൻ സെല്ലിന്റെ അകത്ത് ഉള്ള കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. സെല്ലിന്റെ പുറത്തുള്ള കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഏത് പ്രോസസ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ പറഞ്ഞ എന്താണ്? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ. എക്സാമ്പിൾ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? സെല്ലിന്റെ പുറത്തുള്ള എന്താണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് അല്ലെ. സെല്ലിന്റെ അകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ എങ്ങനെയായിരിക്കും? വളരെ കുറവാണ്. ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ പുറമേയുള്ള ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മൂവ് ഇൻടു ദ സെൽ അല്ലെങ്കിൽ സെല്ലിന്റെ അകത്തേക്ക് എന്തോ മൂവ് അകത്തേക്ക് കയറും. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതാണ് നടക്കുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മൂവ്സ് ഔട്ട് ഓഫ് ദ സെൽ. ഓക്സിജന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ മൂവ്സ് ഇൻടു ദ സെൽ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടിടത്തും ഈ പ്രോസസ്സ് നടക്കാൻ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടന്നത് അല്ലെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരികയോ ഓക്സിജൻ അകത്തേക്ക് കയറുകയും ചെയ്യാൻ കാരണമായ പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ന് പറയാം? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞ് ഡിഫ്യൂഷന്റെ എക്സാമ്പിൾ പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അതുപോലെ തന്നെ ഓക്സിജന്റെയും മൂവ്മെന്റ് എങ്ങനെയാണ് സെല്ലിന്റെ അകത്തേക്ക് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്തോ ചെയ്തത് ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ രണ്ട് പ്രോസസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ പറഞ്ഞത് എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് റാൻഡം മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ആൻഡ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞല്ലേ. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഇങ്ക് എടുത്ത് എന്തോ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു വാട്ടറിൽ ഒരു ബീക്കർ എടുത്ത് അതിനകത്ത് വാട്ടർ ഒഴിക്കുന്നു, അതിനകത്ത് ഇങ്ക് ഡ്രോപ്പ് ഒഴിക്കുന്നു, ആ ഇങ്ക് ഡ്രോപ്പ് സ്പ്രെഡ് ആയി പോകുന്നത് നമുക്ക് ഡിഫ്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ കോമൺ എക്സാമ്പിളും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഓസ്മോസിസ് എന്ന് പറയുന്നത്? അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, ദ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ ഈസ് കോൾഡ് ഓസ്മോസിസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അതൊരു എക്സ്പ്ലനേഷൻ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. നമുക്ക് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് from dilute solution to concentrated solution across a semi permeable membrane എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്നു മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ. നമ്മൾ ഡിഫ്യൂഷന്റെ കേസ് പറഞ്ഞാൽ നമ്മൾ സെമി പെർമിയബിൾ മെമ്പറൈന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ.
പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്തോന്നും കൂടെ പറയണം, സെമി പെർമിയബിൾ മെമ്പറും കൂടെ പറയണം. ഓക്കെ, അപ്പൊ അതിന് കാരണമുണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും, സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും ഇവിടെ പ്രശ്നം വരുന്നുണ്ട് ഡിഫ്യൂഷന്റെ കേസ് പറയുമ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്ക് നേരെ മറിച്ച് എങ്ങനെയായിരിക്കും, ലിക്വിഡ് പാർട്ടിക്കിൾസ് എന്നായിരിക്കും എന്ന് പറയുന്നത് പ്രിഫറൻസ് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓസ്മോസിസ് നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ തോന്നുന്നത് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ഫ്രം ഡൈല്യൂട്ട് സൊല്യൂഷൻ ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ഒരു ഉദാഹരണം പറയാം അല്ലെ. ഒരു ബീക്കർ ഉണ്ട്, അതിന്റെ അകത്ത് നമ്മൾ എന്തോന്ന് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചു അല്ലെ, കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ അതിന്റെ അകത്തേക്ക് എന്തോന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഒരു റൈസ് അല്ലെ, അതായത് നമ്മളൊരു ഉണക്കമുന്തിരി എടുത്തിട്ടെന്ന് വെച്ചു. അപ്പം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ പുറമേ ഉള്ള വാട്ടർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഹൈ ആയിരിക്കും അല്ലെ. വെളിയിലുള്ള അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള വാട്ടർ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫ്യൂഷൻ നടക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഡിഫ്യൂഷൻ അല്ലേ എന്ന് ചോദിക്കും അല്ലെ. എന്തോ സംഭവിക്കുകയാണ്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് എന്തോന്ന് ചെയ്യാണ്, പോവുകയാണ് ചെയ്യുന്നത് അല്ല. ഇവിടെ ഇതിന്റെ ഒരു എന്തോന്നുണ്ട്, പാളിയുണ്ട് അല്ലെ, ഇതിനൊരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. അപ്പൊ അതുവഴിയാണ് എന്തോന്ന് ചെയ്യുന്നത്, ഈ വാട്ടർ മോളിക്യൂൾസ് ഇതിന്റെ അകത്തേക്ക് കയറുകയും ഈ സാധനം എന്തോന്ന് ചെയ്യാൻ തുടങ്ങും, ആ ഉണക്കമുന്തിരി എന്തോന്ന് ചെയ്യാൻ തുടങ്ങും, വീർക്കാനും തുടങ്ങും. ഓക്കെ, അപ്പൊ അവിടെയാണ് ആക്ച്വലി ഏത് പ്രോസസ് നടക്കുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഓക്കെ, ഡിഫ്യൂഷന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനെ കുറിച്ച് പറഞ്ഞതേ ഇല്ല അല്ലെ. പക്ഷേ ഓസ്മോസിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ എന്തോന്ന് പറയണം, അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് നമ്മൾ പറയണം. അതിനുള്ള ഒരു കോമൺ എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് നമുക്ക് ഓസ്മോസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്ക്, അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്, ദ റാൻഡം മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. അതിനുള്ള എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണ് ഓസ്മോസിസ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ, അല്ലെങ്കിലോ movement of solvent particles from dilute solution to concentrated solution across a semi permeable membrane, allengilo the movement of water molecules from a region of high concentration to a region of low concentration through a semi permeable membrane is called osmosis എന്ന് നമ്മൾ പറയാം. അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ഈ ഓസ്മോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ, എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, എന്താണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഇനി 3 കാര്യങ്ങളും കൂടെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, if the medium has exactly the same water concentration than the cell, okay, കോൺസെൻട്രേഷൻ ആസ് ദ സെൽ, സോറി തെറ്റിപ്പോയി പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു RBC എടുക്കുന്നു, ഒരു ബ്ലഡ് സെൽ എടുക്കുന്നു. ഓക്കെ, ഇതിന്റെ പുറമേയുള്ള വാട്ടർ കോൺസെൻട്രേഷനും അകത്തുള്ള വാട്ടർ കോൺസെൻട്രേഷനും ഒരുപോലെ ആയിരിക്കും. ഇഫ് ദ മീഡിയം ഹാസ് എക്സാക്ട്ലി ദ സെയിം വാട്ടർ കോൺസെൻട്രേഷൻ ആസ് ദ സെൽ there will be no change അല്ലെ. ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നത്, സെല്ലിന് എന്തോ സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമുക്ക് ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസ് അകത്തേക്ക് പോവുകയും അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂൾസ് എന്തോ ചെയ്യുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു അല്ലെ. വെള്ളം അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് അകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെല്ലിന് എന്തോ സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ പറയുന്ന RBC എങ്ങനെയായിരിക്കും, നോർമൽ ആയിരിക്കും. ഏത് കേസിലെ, ഐസോട്ടോണിക് സൊല്യൂഷന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓസ്മോസിസിന്റെ ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഓസ്മോസിസിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? ഇഫ് ദ മീഡിയം ഹാസ് എക്സാക്ട്ലി ദ സെയിം കോൺസെൻട്രേഷൻ ആസ് ദ cell, there will be no net movement of water across the cell membrane. Such solution is called isotonic solution. നമ്മൾ പറയാം, കാരണം ഇവിടെ സെല്ലിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല, സെല്ലിന് ഒരു മാറ്റവും ഇല്ല, സെല്ല് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു വാട്ടർ മോളിക്യൂൾസ് അകത്തേക്ക് പോകുന്നു, അതേ എമൗണ്ടിൽ തന്നെ എന്തോ ചെയ്യുന്നുണ്ട്, പുറമേക്ക് വരുന്നതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ RBCക്ക് ഒരു ചെറിയ മാറ്റം സംഭവിക്കും. നോക്ക്, ഇഫ് ദ മീഡിയം സറൗണ്ടിങ് ദ സെൽ ഹാസ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ദാൻ ദ സെൽ. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇഫ് ദ മീഡിയം സറൗണ്ടിങ് ദ സെൽ ഹാസ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ദാൻ ദ സെൽ. സെല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് പുറമേ ഉള്ള വാട്ടർ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ സെല്ല് എന്തോന്ന് ചെയ്യുമായിരിക്കും,
ശ്രദ്ധിച്ചോണം, ദ സെൽ വിൽ ഗെയിൻ വാട്ടർ ബൈ ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. അല്ലെ, എന്തോ ചെയ്യുന്നുണ്ട്, ആ സെല്ല് എന്തോ ചെയ്യുന്നുണ്ട്, ആ വാട്ടർ മോളിക്യൂൾസിനെ വലിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയും സെൽ എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, വീർക്കാൻ തുടങ്ങുകയും ചെയ്യും. അല്ലെങ്കിൽ സെൽ ബിക്കം swollen in the case of which solution? Hypotonic solution. Okay, അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആയപ്പോഴത്തേക്ക് സെല്ലിന് മാറ്റം സംഭവിച്ചു, സെൽ എന്തോന്ന് ചെയ്തു, വീർത്തു. അല്ലെ, കാരണം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ആ മീഡിയം സറൗണ്ടിങ് ദ സെൽ എന്ന് പറയുന്നത്, മീഡിയം സറൗണ്ടിങ് ദ സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, മീഡിയം സറൗണ്ടിങ് ദ സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹൈ കോൺസെൻട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞു. അല്ലെ, അകത്ത് എങ്ങനെയായിരിക്കും, ലോ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആയിരിക്കും. അല്ലെ, അപ്പൊ എന്തോന്ന് ചെയ്യും, ദ സെൽ വിൽ ഗെയിൻ വാട്ടർ ബൈ ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. സെൽ എന്തോന്ന് ചെയ്യുന്നുണ്ട്, ഈ വെള്ളത്തെ വലിച്ചെടുക്കുകയും സെൽ എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, സോളൻ അല്ലെങ്കിൽ സെൽ എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, വീർക്കാൻ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസ് പറയുമ്പോഴത്തേക്ക് നോക്കിക്കോണം, എന്തോന്നാണ് ഔട്ട്സൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ ഡൈല്യൂട്ട് ആയിരിക്കും. അല്ലെ, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസ് എന്തോന്ന് ചെയ്യുന്നത്, ഈ ആർ ബി സിക്ക് അകത്തേക്ക് കയറുന്നതും അല്ലെങ്കിൽ ബ്ലഡ് സെൽസിന് അകത്തേക്ക് കയറുന്നതും സെൽ എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നത്, വീർക്കാൻ തുടങ്ങുകയും അല്ലെങ്കിൽ വാട്ടർ എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നത്, ഗെയിൻ ചെയ്തതിന്റെ ഫലമായിട്ട് സെൽ എന്തോന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്, വീർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആ വാട്ടർ ഗെയിൻ ചെയ്യാൻ കാരണമായ പ്രോസസ് ഏതാണ്, ഓസ്മോസിസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ അടുത്തൊരു സൊല്യൂഷൻ കൂടെ നമ്മൾ പഠിക്കണം, എന്താണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നാൽ എന്തെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, മീഡിയം ഹാസ് ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ ദാൻ ദ സെൽ. അല്ലെ, സെല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് പുറമെയുള്ള മീഡിയം എങ്ങനെയായിരിക്കും, വാട്ടർ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും, സെല്ലിന്റെ അകത്ത് വാട്ടർ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അല്ലെ, അപ്പൊ എന്ത് സംഭവിക്കുമായിരിക്കും, ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസ് സെല്ലിന്റെ അകത്ത് നിന്ന് എന്തോന്ന് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് പോകാൻ തുടങ്ങും. അല്ലെ, സെല്ലിന്റെ അകത്ത് നിന്ന് വാട്ടർ മോളിക്യൂൾസ് എങ്ങോട്ട് പോകാൻ തുടങ്ങും, പുറത്തേക്ക് പോകാൻ തുടങ്ങും. അല്ലെ, അപ്പൊ എന്ത് സംഭവിക്കും, ഈ പറയുന്ന സെല്ല് ചുരുങ്ങി വളരെ ചെറുതാവും, വളരെ ചെറുതാവും. ഓക്കെ, അവിടെ എന്തോ സംഭവിക്കും, സെല്ലിന് എന്തോ സംഭവിക്കും, സെല്ലിനും shrunken. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ദ മീഡിയം ഹാസ് ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ ദാൻ ദ സെൽ. അല്ലെ, സെല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് പുറമേയുള്ള മീഡിയം എങ്ങനെയായിരിക്കും, വാട്ടർ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, സെൽ വിൽ ലോസ് വാട്ടർ. ഈ പറയുന്ന സെൽ എന്തോ വാട്ടറിനെ പുറത്തേക്ക് കളയുകയും സെൽ എന്തോ ചെയ്യാൻ തുടങ്ങുകയും ചുരുങ്ങാനും തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3 സൊല്യൂഷൻ പറഞ്ഞു. ഐസോടോണിക് സൊല്യൂഷൻ എങ്ങനെയായിരിക്കും, മീഡിയം ഹാസ് എക്സാക്ട്ലി ദ സെയിം വാട്ടർ കോൺസെൻട്രേഷൻ ആസ് ദ സെൽ. സെല്ലിലുള്ള അതേ വാട്ടർ കോൺസെൻട്രേഷൻ തന്നെ പുറത്തും കാണപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും നെറ്റ് ഫ്ലോ എന്ന് പറയുന്നത്, വാട്ടറിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും, അകത്തേക്ക് വരുന്ന അതേ ബോണ്ടിൽ തന്നെയാണ് എന്തോ ചെയ്യുന്നത്, വാട്ടർ പുറത്തേക്ക് പോകുന്നത്. സെല്ലിന് ഒരു മാറ്റവും ഇല്ല, ആർ ബി സി അതേ കണക്ക് തന്നെ കിടക്കും. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഇതൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാക്ട്ലി ദ സെയിം വാട്ടർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും. മീഡിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആയിരിക്കും. സെൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ലോ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തോ സംഭവിക്കും, ദ സെൽ വിൽ ഗെയിൻ വാട്ടർ. അല്ലെ, സെൽ എന്തോ ചെയ്യും, വെള്ളം വലിച്ചെടുക്കുകയും സെൽ എന്തോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, വീർക്കാൻ തുടങ്ങുകയും ചെയ്യും. ഈ വാട്ടർ മോളിക്യൂൾസ് സെല്ലിന്റെ അകത്തേക്ക് വരുന്നുണ്ട്, അതിന്റെ ഫലമായിട്ട് സെൽ എന്തോ ചെയ്യുന്നുണ്ട്, ആ വീർക്കാൻ തുടങ്ങുകയും സ്വെല്ലാൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഹൈപ്പർടോണിക് സൊല്യൂഷന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് പുറമെയുള്ള മീഡിയം ഹാസ് ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ ആയിരിക്കും. അല്ലെ, സെല്ലിന്റെ അകത്തുള്ള വാട്ടർ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, വളരെ കൂടുതലും, പുറമെയുള്ള വാട്ടർ കോൺസെൻട്രേഷൻ വളരെ കുറവുമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ സെല്ലിൽ ലോസ് വാട്ടർ, ഈ പറയുന്ന സെല്ലിന്റെ അകത്തുള്ള വാട്ടറിന് ലോസ് സംഭവിക്കുകയും വെള്ളം പുറമേക്ക് പോവുകയും സെൽ എന്തോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും, ബിക്കം shrunken. ഓക്കെ, അപ്പൊ ഈ 3 പ്രോസസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എല്ലാ പ്രോസസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഡിഫ്യൂഷൻ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ സെല്ലിന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും മൂവ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്, വാട്ടറിന്റെയും മൂവ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഏത് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അവിടെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അല്ലെ, സെല്ലിന്റെ അകത്തു നിന്ന് കാർബൺ ഡയോക്സൈഡ് മൂവ് ഔട്ട് ചെയ്യും, അല്ലെ പുറത്തേക്ക് വരികയും ഓക്സിജൻ അകത്തേക്ക് പോവുകയും, അല്ലെങ്കിൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഓക്സിജൻ ഔട്ട് ഓഫ് ദ സെൽ ഈസ് കോൾഡ് ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഓസ്മോസിസ് എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞ്, ഓസ്മോസിസിനുള്ള കോമൺ എക്സാമ്പിൾ പറഞ്ഞ്, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈ കേസിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ്, പിന്നെ ഓസ്മോസുമായി ബന്ധപ്പെട്ടുള്ള 3 സൊല്യൂഷൻ പറഞ്ഞ്, ഐസോടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞ്, ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ടോപ്പിക് കൂടെയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇരുന്ന് മനസ്സിലാവുന്നതിന്റെ അത്ര ചിലപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.